ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. Today we are going to read 34th Dashakam. About the Ramavadara, we are going to read Ramavadara, 34th Dashakam. We are going to read Sloka 1 to 6 today. Sloka 1 to 6. Girvanai Ardhyamana Dasamukha Nidanam Kosaleshu Rishyasringe पुत्रीयामिष्टिमिष्ट्वा ददुषि दशरथस्मा भूदे पायसाग्र्यं तद्भुक्त्या तत्पुरन्द्रीषु अभितिसृषु समं जातगर्भासु जातः रामः त्वं लक्ष्मणेन स्वयं अथ भरतेन अभिशत्रुघ्ननाम्ना. गर्वाणि अर्ध्यमानः दशमुखनिधनं कोसलेषु ऋष्यशृङ्गे पुत्रीयाम् इष्टिमिष्ट्वा ददुषि दशरथस्मा भूदे पायस अग्र्यं तद्भुक्त्या तत्पुरन्द्रीषु अभितिसृषु समं जातगर्भासु जातः रामः त्वं लक्ष्मणेन स्वयं अथ भरतेन अभिशत्रुघ्ननाम्ना. അനന്തരം നിന്തിരുവടി ദേവന്മാരാൽ രാവണന്റെ വധത്തെ പ്രാർത്ഥിക്കപ്പെട്ടവനായി കോസലം എന്നറിയപ്പെടുന്ന അയോധ്യയിൽ ഋഷ്യശൃംഗ മഹർഷി പുത്രകാമേഷ്ടി എന്ന യാഗത്തെ ചെയ്ത് ദശരഥ ചക്രവർത്തി ആയിക്കൊണ്ട് ഉത്തമമായ പായസത്തെ നൽകിയ സമയം അതിനെ ഭക്ഷിച്ചതിനാൽ ഒരേ കാലത്ത് ഗർഭം ധരിച്ച ആ 3 രാജപത്നിമാരിലും സ്വയം ശ്രീരാമനായും ഭരതനോട് ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരോടും കൂടി അവതരിച്ചു. അനന്തരം നിന്തിരുവടി ദേവന്മാരാൽ രാവണന്റെ വധത്തെ പ്രാർത്ഥിക്കപ്പെട്ടവനായി കോസലം എന്ന് പറയപ്പെടുന്ന അയോധ്യയിൽ ഋഷ്യശൃംഗ മഹർഷി പുത്രികാമേഷ്ടി എന്ന യാഗത്തെ ചെയ്ത് ദശരഥ ചക്രവർത്തിക്കായിക്കൊണ്ട് ഉത്തമമായ പായസത്തെ നൽകിയ സമയം അതിനെ ഭക്ഷിച്ചതിനാൽ ഒരേ കാലത്തിൽ ഗർഭം ധരിച്ച് ആ 3 രാജപത്നിമാരിലും സ്വയം ശ്രീരാമനായും ഭരതനോട് ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരോടും കൂടി അവതരിച്ചു. രണ്ടാമത്തെ ശ്ലോകം. കോദണ്ഡി കൗശികസ്യ കൃതുവരം കോദണ്ഡി കൗശികസ്യ കൃതുവരം വിതും ലക്ഷ്മണേന അനുയാതഃ യാതഃ ഭൂതാദവാചഃ മുനികഥിതമനുദ്വന്ദ്വശാന്ത അധ്വഖേദഃ നൃണാം ത്രാണായ ബാണൈഃ മുനിവചനബലാത് താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാത് അസ്ത്രജാലം മുനിവനം അഗമഃ ദേവസിദ്ധാശ്രമാഖ്യം. കോദണ്ഡി കൗശികസ്യ കൃതുവരം അഭിതും ലക്ഷ്മണേന അനുയാതോഃ യാതഃ യാദോ ബോധഃ യാദോ അബൂഹു താദവാച മുനികരിതമനുവന്ദ്യ ശാന്ത അധ്വഖേദഃ നൃണാം ത്രാണായ ബാണൈഃ മുനിവചനബലാത് താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാത് അസ്ത്രജാലം മുനിവനം ആഗമഃ ദേവസിദ്ധാശ്രമാഖ്യം. കോദണ്ഡി കൗശികസ്യ കൃതുവരം അഭിതും ലക്ഷ്മണേന അനുയാതഃ യാത്ര അബു താദാവാച മുനികഥിതമനുദ്വന്ദ്വശാന്ത അധ്വഖേദഃ നൃണാം ത്രാണായ ബാണൈഃ മുനിവചനബലാത് താടകാം പാടയിത്വാ ലബ്ധ്വാ അസ്മാത് അസ്ത്രജാലം മുനിവനം അഗമഃ ദേവസിദ്ധാശ്രമ ആഖ്യം. കോദണ്ഡി കൗശികസ്യ കൃതുവരം അഭിതും ലക്ഷ്മണേന അനുയാതഃ യാതഃ അബു താദവാച മുനികഥിതമനുദ്വന്ദ്വശാന്ത അധ്വഖേദഃ നൃണാം ത്രാണായ ബാണൈഃ മുനിവചനബലാത് താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാത് അസ്ത്രജാലം മുനിവനം അഗമഃ ദേവസിദ്ധാശ്രമ ആഖ്യം. ഹേ ഭഗവാൻ, അച്ഛൻ്റെ നിയോഗമനുസരിച്ച് വിശ്വാമിത്രൻ്റെ ശ്രേഷ്ഠമായ യാഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി കോദണ്ഡപാണിയായി ലക്ഷ്മണനാൽ അനുഗമിക്കപ്പെട്ടവനായി നിന്തിരുവടി യാത്രയായി മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട ബല അതിബല എന്ന 2 മന്ത്രങ്ങളാൽ മാർഗഖേദം അകറ്റപ്പെട്ടവനായി ജനങ്ങളുടെ രക്ഷയ്ക്കായി വിശ്വാമിത്രൻ്റെ വാക്കനുസരിച്ച് താടക എന്ന രാക്ഷസിയെ ബാണങ്ങൾ കൊണ്ട് വധിച്ചു. ഈ മഹർഷിയിൽ നിന്ന് തന്നെ ദിവ്യാസ്ത്രങ്ങളെല്ലാം കരസ്ഥമാക്കിയ സിദ്ധാശ്രമം എന്ന തപോവനത്തിൽ പ്രവേശിച്ചു. ഹേ ഭഗവാൻ, അച്ഛൻ്റെ നിയോഗമനുസരിച്ച് വിശ്വാമിത്രൻ്റെ ശ്രേഷ്ഠമായ യാഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി
കോദണ്ഡപാണിയായി ലക്ഷ്മണനാൽ അനുഗമിക്കപ്പെട്ടവനായി നിൻതിരുവടി യാത്രയായി മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട ബല അതിബല എന്ന 2 മന്ത്രങ്ങളാൽ മാർഗഖേദം അകറ്റപ്പെട്ടവനായി ജനങ്ങളുടെ രക്ഷയ്ക്കായി വിശ്വാമിത്രൻ്റെ വാക്കനുസരിച്ച് താടക എന്ന രാക്ഷസിയെ ബാണങ്ങൾ കൊണ്ട് വധിച്ചു. ഈ മഹർഷിയിൽ നിന്നും തന്നെ ദിവ്യാസ്ത്രങ്ങളെല്ലാം കരസ്ഥമാക്കിയ സിദ്ധാശ്രമം എന്ന തപോവനത്തിൽ പ്രവേശിച്ചു. 3-ാമത്തെ ശ്ലോകം. മാരീജം ദ്രാവയിത്വാ മകശിരസി ശരൈഹി അന്യൈരിക്ഷാംസി നിഘ്നന് കല്യാം കുർവൻ അഹല്യാം പതിരഥരജസ പ്രാപ്യ വൈദേഹഗേഹം ബിന്ദാനനഃ ചാന്ദ്രചൂഡം ധനുഃ അവനീം സുതാമിന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠതഃ ത്വം ത്രിഭിഃ അപി ച സമം ഭ്രാതൈർവീരൈഃ സദാരൈഃ മാരീചം ദ്രാവയിത്വാ മഖശിരസി ശരൈഃ അന്യരക്ഷാംസി നിഘ്നന് കല്യാം കുർവൻ അഹല്യാം പദരജസാ പ്രാപ്യ വൈദേഹഗേഹം ബിന്ദാനനഃ ചാന്ദ്രചൂഡം ധനുഃ അവനീം സുതാമിന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠിതാ ത്വം ത്രിഭിഃ അപി ച സമം ഭ്രാതൈർവീരൈഃ സദാരൈഃ മാരീചം ദ്രാവയിത്വാ മഖശിരസി ശരൈഃ അന്യരക്ഷാംസി നിഘ്നന് കല്യാം കുർവൻ അഹല്യാം പദരജസാ പ്രാപ്യ വൈദേഹഗേഹം ബിന്ദാനനഃ ചാന്ദ്രചൂഡം ധനു അവനുസുതാം ഇന്ദിരാം ഏവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠിതഃ ത്വം ത്രിഭിഃ അപി ച സമം ഭ്രാതൃവീരൈഃ സദാരൈഃ. ഹേ ഭഗവാൻ, നിന്തിരുവടി യാഗാരംഭത്തിൽ ബാണങ്ങളാൽ മാരീചനെ ഓടിച്ചിട്ട് മറ്റുള്ള രാക്ഷസന്മാരെ നിഗ്രഹിച്ച് വഴിക്ക് വെച്ച് പാദരേണുക്കളാൽ അഹല്യയെ പരിശുദ്ധിയാക്കി ജനകരാജരാനിയിൽ ചെന്ന് ശിവൻ്റെ പള്ളിവിലിനെ മുറിച്ച് സാക്ഷാൽ ശ്രീദേവിയായ സീതാദേവിയെ ലഭിച്ച് ഭാര്യമാരോട് കൂടിയ ആ 3 വീരന്മാരായ സഹോദരന്മാരോട് കൂടി സ്വരാജ്യത്തിലേക്ക് പുറപ്പെട്ടു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. 3-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറയാം. നിൻതിരുവടി യാഗാരംഭത്തിൽ ബാണങ്ങളാൽ മാരീചനെ ഓടിച്ചിട്ട് മറ്റുള്ള രാക്ഷസന്മാരെ നിഗ്രഹിച്ച് വഴിക്ക് വെച്ച് പാദരേണുക്കളാൽ അഹല്യയെ പരിശുദ്ധിയാക്കി ജനകരാജധാനിയിൽ ചെന്ന് ശിവൻ്റെ പള്ളിവിലിനെ മുറിച്ച് സാക്ഷാൽ ശ്രീദേവിയായ സീതാദേവിയെ ലഭിച്ച് ഭാര്യമാരോട് കൂടിയ ആ 3 വീരന്മാരായ സഹോദരന്മാരോടുകൂടി സ്വരാജ്യത്തിലേക്ക് പുറപ്പെട്ടു. 4-ാമത്തെ ശ്ലോകം. അരുന്താനേ വൃഷാ അന്തേ ഭൃഗുകുലതിലകേ സംക്രമയ്യസ്വതേജഃ യാതേ യാതസി അയോധ്യാം സുഖൈഃ നിവസന് കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനേകദാ അധോ ഗതവിധി ഭരതേ മാതുലസ്യ ദിവാസം താദാരബ്ധഃ അഭിഷേകഃ തവ കില വിഹതഃ കേകേയദീശപുത്ര്യാ അരുന്താനേ രുഷാ അന്തേ ഭൃഗുകുലതിലകേ സാംക്രമയ്യ സ്വതേജഃ യാത്രേ യാതസി അയോധ്യാം സുഖൈഃ നിവസന് കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേന ഏകദാ അധോ ഗതവതി ഭരതേ മാതുലസ്യാധിവാസം താദാരബ്ധഃ അഭിഷേകഃ തവ കില വിഹത കേകേയ അദീശപുത്ര്യാ അരുന്താനേ ഋഷാ അന്തേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജഃ യാതേ യാതഃ അസി അയോധ്യാം സുഖമിഹ നിവസന് കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേന ഏകദാ അധോ ഗതവതി ഭരതേ മാതുലസ്യാദിവാസം താതഃ ആരബ്ധഃ അഭിഷേകഃ തവ കില വിഹതഃ കേകേയ അദീശപുത്ര്യാം അരുന്താനേ ഋഷാന്തേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജഃ യാതേ യാതസി അയോധ്യാം സുഖൈഃ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേന ഏകദാ അധോ ഗതവതി ഭരതേ മാതുലസ്യാദിവാസം താത ആരബ്ധഃ അഭിഷേകഃ തവ കില വിഹതഃ കേകേയ അദീശപുത്ര്യാം. 5-ാമത്തെ ശ്ലോകം. താദൗക്ത്യാ യാതു കാമഃ വനം അനുജവതു സംയുധഃ ചാപദാരഃ പൗരാനാരുദ്യ മാർഗേ ഗുഹനിലയ ഗധഃ ത്വം ജടാചീരധാരീ നാവാന സന്ദീര്യ ഗംഗാം അധിപദവി പുനഃ തം ഭരദ്വാജമാരാത് നതാ തദ്വാക്യഹേതോഃ അതിസുഖം അപസഖ ചിത്രകൂടേ ഗിരീന്ദ്രേ തത്ര ഉക്ത്യാ യാതു കാമഃ വനം അനുജവതു സംയുധഃ ചാപദാരഃ
പൗരാനാരുദ്യമാർഗേ ഗുഹനിലയ ഗരഹത്തം ജടാചീരധാരി നാവാസന്തീര്യ ഗംഗാം അതിപദവി പുനഃത്തം ഭാരദ്വാജമാരാത് നത്വാ തദ്വാക്യഹേതോ അതിസുഖം അവസഹ ചിത്രകൂടേ ഗിരീന്ദ്രേ താത ഉക്ത്യ യാതു കാമഃ വനം അനുജവതു സമയധ ചാപധാരഃ പൗരാൻ ആരുദ്യ മാർഗേ ഗുഹനിലയ ഗതഃ തം ജടാചീരധാരി നാവാ സന്തീര്യ ഗംഗാം അതിപദവി പുനഃത്തം ഭരദ്വാജമാരാത് നത്വാ തദ്വാക്യഹേതോഃ അതിസുഖം അവസഹ ചിത്രകൂടേ ഗിരീന്ദ്രേ. നാലാമത്തെ ശ്ലോകത്തിൻ്റെയും അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെയും ചേർത്തുള്ള അർത്ഥം വായിക്കാം. ഭൃഗുവംശാലങ്കാരമായ ശ്രീ പരശുരാമൻ കോപാന്തനായി വഴിയിൽ വെച്ച് തടുത്ത് തൻ്റെ തേജസ്സിനെ അങ്ങയിൽ സംക്രമിപ്പിച്ചിട്ട് തിരികെ പോയപ്പോൾ നിന്തിരുവടി അയോധ്യയെ പ്രാപിച്ചു. ഭൃഗുവംശാലങ്കാരമായ ശ്രീ പരശുരാമൻ കോപാന്തനായി വഴിയിൽ വെച്ച് തടുത്ത് തൻ്റെ തേജസ്സിനെ അങ്ങയിൽ സംക്രമിപ്പിച്ചിട്ട് തിരികെ പോയപ്പോൾ നിന്തിരുവടി അയോധ്യയെ പ്രാപിച്ചു. സുന്ദരസ്വരൂപിയായ ഭഗവാനെ, നിന്തിരുവടി ഇവിടെ സപത്നിയോടുകൂടി സുഖമായി വസിച്ചു വരവേ ഒരിക്കൽ ഭരതന് ശത്രുഘ്നനോടുകൂടി അമ്മാവൻ്റെ ഗൃഹത്തിൽ പോയ സമയം അച്ഛനാൽ ആരംഭിക്കപ്പെട്ട നിന്തിരുവടിയുടെ അഭിഷേകം കൈകേയിയാൽ മുടക്കപ്പെട്ടുവല്ലോ. അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം, അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് ധനുഷ്പാണിയായി അനുജനോടും പത്നിയോടും ഒരുമിച്ച് വനത്തിലേക്ക് പുറപ്പെട്ട നിന്തിരുവടി വഴിയിൽ വെച്ച് പൗരന്മാരെ മടക്കി അയച്ച് ഗുഹരാജധാനിയെ കടന്ന് അനന്തരം വഴിയരികിൽ ആ ഭരദ്വാജ മഹർഷിയെ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ വാക്യമനുസരിച്ച് ചിത്രകൂടം എന്ന പർവ്വതത്തിൽ പരമസുഖത്തിൽ പാർത്തു വന്നു. അച്ഛൻ്റെ ആജ്ഞയനുസരിച്ച് ധനുഷ്പാണിയായി അനുജനോടും പത്നിയോടും ഒരുമിച്ച് വനത്തിലേക്ക് പുറപ്പെട്ട നിന്തിരുവടി വഴിയിൽ വെച്ച് പൗരന്മാരെ മടക്കി അയച്ച് ഗുഹരാജധാനിയെ കടന്ന് അനന്തരം വഴിയരികിൽ ആ ഭരദ്വാജ മഹർഷിയെ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ വാക്യമനുസരിച്ച് ചിത്രകൂടം എന്ന പർവ്വതത്തിൽ പരമസുഖത്തിൽ പാർത്തു വന്നു. ഇന്നിക്ക് വായിച്ച 5 ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിക്കല. രാമാവതാരം 34ാമത്തെ ദശകം. രാമാവതാരം. ഗീർവാണൈ അർദ്ധ്യമാനന്ദ സമുഖനിധനം കൗസലേഷു ഋഷ്യശൃംഖേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥശ്മാഭൂതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ത്രീഷു അഭിതിസൃഷു സമഞ്ജാതഗർഭാസു ജാതഃ രാമഃ ത്വം ലക്ഷ്മണേന സ്വയമത ഭരതേന അഭിശത്രുഘ്നനാംനാ കോദണ്ഡീ കൗശികസ്യ കൃതുവരം അഭിതം ലക്ഷ്മണേന അനുയാതഃ യാതഃ അഭുതാതവാച മുനികഥിതമനുദ്വന്ദ്ശാന്ത അദ്വകേതഃ നൃണാം ത്രാണായ ബാണൈഃ മുനിവചനബലാത് താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാത് അസ്ത്രജാലം മുനിവനം അഗമഃ ദേവസിദ്ധാശ്രമാഖ്യം മാരീചം ദ്രാവയിത്വാ മഗശിരസി ശരൈഃ അന്യരക്ഷാംസി നിഘ്നന് കല്യാം കുർവൻ അഹല്യാം പതിപദരജസ പ്രാപ്യ വൈദേഹഗേഹം വിന്താലനച്ചാന്ദ്രചൂടം ധനുഹവനീം സുതാമിന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠതാഃ ത്വം ത്രിഭിഃ അഭിജസമം ഭ്രാതൃവീരൈः സദാരൈः അരുന്താനേ ഋഷാന്തേ അരുന്താനേ ഋഷാന്തേ ഭൃഗുകുലതിലകേ സംക്രമയസ്വതേജഃ യാതേ യാതസ്യ അയോധ്യാം സുഖൈവ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനേകദാ അതോ ഗതവതി ഭരതേ മാതുലസ്യാദിവാസം താദാരബ്ധ അഭിഷേകഃ തവ കില വിഹതഃ കേയേയാദിശപുത്ര്യാ താദൗക്ത്യാ യാതു കാമഃ വനം അനുജവതു സംയുത പാപധാരഃ പൗരാനാരുദ്യമാർഗേ ഗുഹനിലയ ഗതഃ ത്വം ജഡം ജടാചീരധാരീ നവാസാന്തര്യഗംഗാം അധിപദവി പുനഃത്തം ഭരദ്വാജമാരാത് നത്വാ തദ്വാക്യഹേതോഃ അതിസുഖം അവസഖ ചിത്രകൂടേ ഗിരീന്ദ്രേ താദൗക്ത്യാ യാതു കാമവനം അനുജവതു സംയുതച്ഛാപധാരഃ പൗരാനാരുദ്യമാർഗേ ഗുഹനിലയ ഗതഃ തം ജടാചീരധാരീ നാവാസന്തീര്യ ഗംഗാം അധിപദവി പുനഃത്തം ഭരദ്വാജമാരാത് നത്വാ തദ്വാക്യഹേതോഃ അതിസുഖം അവസഖ ചിത്രകൂടേ ഗിരീന്ദ്രേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.